ഓം ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. ഓണമെല്ലാം ഇങ്ങെത്തിപ്പോയി. അതിൻ്റെ ഉത്സാഹം നിങ്ങൾക്കേവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത്സാഹം മാത്രമല്ല, ആഘോഷങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ നോക്കണം. കാരണം ഇന്നലെ കണ്ട ഒരു സംഭവം കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കാർഡിയോളജിസ്റ്റ് റൗണ്ടിന് പോയപ്പോൾ 39 വയസ്സുള്ള ചെറുപ്പക്കാരൻ കാർഡിയാക്ക് അറസ്റ്റ് വന്നിട്ട് തട്ടിപ്പോയി. എന്താണ് അപ്പോൾ മാക്സിമം എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ പറ്റുമോ അങ്ങനെ ആഘോഷിക്കുകയുള്ളൂ. ഒരു ഉറപ്പുമില്ല ഈ ലൈഫിന്. അതിൻ്റെ നിങ്ങൾ തമാശ ചിരിക്കുന്നത് നോക്കണ്ട, നിങ്ങളതിൻ്റെ ഇത് ശ്രദ്ധിക്കൂ. നിങ്ങൾ ആ പാവത്തിന് ഞാൻ ആദരാജ്ഞലികൾ അർപ്പിക്കുന്നു, അത് വേറെ കാര്യം. പക്ഷെ അതിൻ്റെ സംഭവം നോക്കൂ. അയാൾ കാർഡിയോളജിസ്റ്റാണ്, അതായത് ഹൃദയത്തിനെ സംരക്ഷിക്കേണ്ട ആളാണ്, അല്ലെങ്കിൽ ഹൃദയത്തിനെ ചികിത്സിക്കുന്ന ആളാണ്. നമ്മളെന്തെങ്കിലും ഹൃദയത്തിന് രോഗം വന്നാൽ അയാളുടെ അടുത്താണ് പോകേണ്ടത്, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് അവർ പലതരത്തിലുള്ള എക്കോ TMT ഒക്കെ പറഞ്ഞ് നമ്മളോട് എല്ലാം ചികിത്സയൊക്കെ അവർ ചെയ്തു തരും. ശരിയാണ്, ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റും. പക്ഷേ ഈ 39 വയസ്സിൽ ഈ ചെറുപ്പക്കാരന് ഒന്നും തന്നെ ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ സിംറ്റംസ് തിരിയുമല്ലോ, മനസ്സിലാവുമല്ലോ. അപ്പോൾ അയാൾക്കൊന്നുമില്ല, ആൾ പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളെന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നും ആരുടെയും നിയന്ത്രണത്തിലല്ല. വെറുതെ നമ്മളിങ്ങനെ വിചാരിക്കുന്നതാണ് ഒന്നൊരു ഇതെല്ലാം എൻ്റെ കയ്യിലാണ്, എൻ്റെ നിയന്ത്രണത്തിലാണെന്നൊക്കെ വിചാരിക്കുന്നവർ പൊട്ടന്മാരാണ് യഥാർത്ഥത്തിൽ. കാരണം അതിൻ്റെ ഒരു ഉദാഹരണമാണത്. അതുകൊണ്ടിപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൂക്കള വിട്ടിട്ടാണോ സന്തോഷം കിട്ടുന്നത് അത് ചെയ്യുക. പിന്നെ സ്പൂണിൽ ചെറുനാരങ്ങ പിടിച്ചിട്ട് കടിച്ചിട്ട് ഓടുന്ന പരിപാടി അതാണെങ്കിൽ അത് എന്താണോ ചെയ്യുക. സന്തോഷിക്കാൻ വേണ്ടി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നോക്കിക്കൊള്ളുക. ഇത് അത്രമാത്രം അനിശ്ചിതത്വം നമ്മുടെ ജീവിതത്തിന് ഇപ്പോൾ ഉണ്ട്, എല്ലാ അർത്ഥത്തിലും. ഒരു കോളുണ്ട്. ഹലോ 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 നമസ്കാരം. നമസ്കാരം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? പയ്യന്നൂർ. പഴയങ്ങാടി. പറയൂ. ഡേറ്റ് പറഞ്ഞോളൂ. 4/10/85. രാത്രി 8:15. ജോലിന്റെ സാർ, എങ്ങനെയുണ്ട് ജോലിയിലും കാര്യം? നിങ്ങൾ തന്നെയാണോ? അല്ല, മകന്റെ. രോഹിണി നക്ഷത്രം. ഇപ്പം ജോലി ചെയ്യുന്നില്ലേ നിങ്ങൾ? ഉണ്ട്, ജോലിയുണ്ട്. മാറ്റത്തിന് വേണ്ടി എന്ത് മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഉദ്ദേശിക്കുന്നത് പറയൂ. കമ്പനി മാറ്റം ചെയ്യാണ്ട്. കമ്പനി മാറ്റം അല്ലേ? അല്ല, നിങ്ങൾക്കിപ്പം മൊത്തത്തിൽ നല്ല കാലമാണല്ലോ. എന്താണ് ഇപ്പോൾ ഉള്ള ജോലിക്കൊരു പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രശ്നമില്ല, എന്നാലും നല്ല ജോലി ഭാരം ജാസ്തിയാണ്. ജോലി ഭാരം ജാസ്തി. അതിപ്പോ എവിടെ പോയാലും ഇപ്പം ജോലി അതിപ്പം നിങ്ങളെ നല്ല കാലം ഇനിയും കുറേ, അതായത് ഇവിടെ കാണുന്നത് 30 വരെ നിങ്ങൾ നല്ല കാലം തന്നെയാണ്. അതുവരെ നിങ്ങൾ ജോലി ഭാരമൊന്നും നോക്കണ്ട മാക്സിമം. പിന്നെ സ്ട്രെസ് ഉണ്ടാക്കരുത്. സ്ട്രെസ് ഉണ്ടെങ്കിൽ പിന്നെ അത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മളെ പ്രൊഫഷൻ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഈ 2005 കൊല്ലം കൂടി നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭേദപ്പെട്ട ഒരു പൈസയൊക്കെ ശമ്പളമൊക്കെ ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാനിവിടെ കാണുന്നത്. അതുണ്ട് ജാവ. ആ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി നിങ്ങൾ മാറുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ഓരോ ചെല്ലുന്നിടത്ത് അതിനും കൂടുതൽ പ്രശ്നങ്ങളായാലോ. അത് ശരിയാണ്. ആ, അപ്പോൾ ഇപ്പം ദൈവം സഹായിച്ചിട്ട് നിങ്ങൾ ഉയർച്ച കഴിഞ്ഞ 8 കൊല്ലമായിട്ട് നിങ്ങൾ ഒരേ ഉയർച്ചയാണ്. അത് ശരിയാണ്. ആ, അപ്പോൾ ഇനി ആ ഉയർച്ചക്ക് ഇനി 5 കൊല്ലം വരെ തടസ്സമില്ല. അതിൻ്റെ ഉള്ളിലായിട്ട് മാക്സിമം നിങ്ങൾ പണം നശിപ്പിക്കാതെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം. കാരണം അതിന് ശേഷം നിങ്ങൾക്ക് പിഴവുണ്ട്. ഞാൻ മുൻകൂട്ടി പറഞ്ഞില്ല എന്ന് വേണ്ട. ആ, ശനിയുടെ തുടക്കം നിങ്ങളെ വല്ലാതെ പണി തരും. അത് വെറുതെ ഞാൻ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പൈസ മാക്സിമം പിന്നെ സമ്പാദിക്കാൻ നോക്കണം. സ്വരൂപിച്ചിട്ട് നിങ്ങളെ വീട്ടിന്റെ പണിയോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. ഓക്കെ. ശനി തുടക്കം വളരെ മോശമായിരിക്കും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അന്നേരം ഉണ്ടാവും. അത് ഭയപ്പെടുത്തുന്നതല്ല, അത് യാഥാർത്ഥ്യം പറഞ്ഞ് മുൻകൂട്ടി ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആ പരിഹാരം ചെയ്യണമെങ്കിൽ തന്നെ കാണാം. അല്ല ശരി, ആ സമയത്ത് ഞാനുണ്ടാവുമെന്ന് ഉറപ്പില്ലല്ലോ. അങ്ങനെ അത് ശരി. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെങ്കിൽ വേഗത്തിൽ വന്നോ. അല്ല അത് ശരി. ശരി ശരി. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഈ കാർഡിയോളജിസ്റ്റിൻ്റെ ലൈഫിന് പോലും ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് പിന്നെ ആരുടെ ലൈഫിനാണ് 5 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമൊക്കെ പിന്നെ ഞാനെന്താണ് മറുപടി പറയേണ്ടത്? 5 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 39കാരൻ പോയ കഥയാണ് ഇപ്പം പറഞ്ഞത്. അപ്പോൾ അന്നേരം 60 കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ? എന്തുറപ്പ്? ആരെയാ ഉറപ്പ്? മൂകാംബികമ്മ അതിലൊന്നും ഇടപെടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരെ ഇവിടെ മനുഷ്യരെ കൊണ്ട്, അതായത് ഒരു ദൈവവും മരണത്തിൽ ഇടപെടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഉപാസകനോ ഭക്തനോ അങ്ങനെ ആയുസ് നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും ശരിയാവില്ല. കാരണം അത് പലർക്കും അറിയാതെ രഹസ്യം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഉപാസകൻ ആരായിരുന്നു? അമ്മയുടെ മുലപ്പാൽ കുടിച്ചു എന്ന് പറയുന്ന ആളാണ് ശങ്കരാചാര്യർ. ശങ്കരാചാര്യർ പോയത് 32-ാം വയസ്സിലാണ്. ഏറ്റവും വലിയ കാളി ഭക്തനായ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായ വിവേകാനന്ദൻ 42-ലാണ് പോയത്. ഇതൊക്കെ ഞാൻ പറഞ്ഞ കഥകളാണ്. ഇനി മധ്വാചാര്യർ എന്ന് പറഞ്ഞ മറ്റൊരു ആചാര്യനുണ്ടായിരുന്നു. അദ്ദേഹം 29-ലാണ്. അത് അപ്പോൾ ഈ പറയുന്ന ഇങ്ങനെയുള്ള ഉപാസകന്മാരുടെയും അല്ലെ ഭക്തന്മാരുടെയും ഒന്നും അവരുടെ ദുരിതത്തിലാവട്ടെ അവരുടെ ആയുസ്സിലാവട്ടെ ദൈവം ഇടപെടുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? മമ്പറം. പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. ഡേറ്റ് 2/12/1995. സമയം രാവിലെ 9:24. ചതയ നക്ഷത്രം. എന്താണ് അറിയേണ്ട വിഷയം? എന്താണ്? കല്യാണം. അത് മാത്രം. അത് ഞാൻ വിട്ടു. ഒരാളെ കല്യാണ കാര്യവും ഞാനിപ്പം പറയാറില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പം നമ്മളെ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള അങ്ങനെയാണ്. ഇപ്പം അതിന് വേറൊരു പ്രശ്നവും കൂടി വന്നിട്ടുണ്ട്. ഇപ്പം കല്യാണം പെണ്ണ് കിട്ടാത്ത ആൾക്കാരാണ് ഈ പിന്നെ പേട്ട കല്യാണം എന്ന് പറഞ്ഞാൽ, ആദ്യം പേട്ട കല്യാണം എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ ഹുൺസൂർ കല്യാണമായി, പിന്നെ അത് HD കോട്ടയായി, പിന്നെ മൊത്തം മൈസൂർ കല്യാണമായി. ഇപ്പം മൈസൂർ കല്യാണത്തിൻ്റെ പേടി തട്ടി എല്ലാവർക്കും. കാരണം മൈസൂരിൽ നിന്ന് വന്ന പെണ്ണാണല്ലോ
പോയിട്ട് അതിനെ ക്രൂരമായിട്ട് അവൻ കൊല്ലുകയും ചെയ്തു ആ പാവം പെൺകുട്ടിയെ. അത് പാവമൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ഒരു ഇതല്ലേ, ഇപ്പം എല്ലാം പാവം തന്നെ, ഓരോരോ ബുദ്ധിമോശം കാണിക്കുന്നു. അങ്ങനെ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അതിൻ്റെ ഇടയിൽ പൂജാരിയുടെ കയ്യിലും 2 ലക്ഷം കൊടുത്തു. 2 ലക്ഷം അവനും കൊടുത്തു. അവൻ അവളെ കൊല്ലുന്നതിനൊക്കെ ഒരു കണക്കില്ലേ, ഈ ഡിറ്റനേറ്റർ ഇട്ടൊരു വായിലിട്ട് പൊട്ടിക്കുന്ന ആ നീചനെയൊക്കെ എന്താ പറയുക. ഒരു കൊല്ലുന്നതിനൊക്കെ ഒരു നമ്മൾ എന്ത് കേട്ടിട്ടുണ്ട് പല കൊല്ലലും, ഇത് എന്ത് ഭീകര കൊലയാണ്. എന്നിട്ട് ആ പാവത്തിനെ അങ്ങനെ കൊന്നു, ആ പെണ്ണിനെ. അപ്പോൾ അന്നേരം അതിനെപ്പറ്റി 2 അഭിപ്രായം ഉണ്ടാവും. അങ്ങനെ ഇറങ്ങിപ്പോയതല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയൊക്കെ ശരിയായിരിക്കാം. അതൊക്കെ 22 വയസ്സിലുള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ അബദ്ധങ്ങൾ വരും. ചിലപ്പോൾ എന്തോ ഒരു തോന്നലിന് അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവാം. അങ്ങനെ അതൊന്നും പറയാൻ പറ്റില്ല, മനുഷ്യരുടെ മനസ്സല്ലേ. 22 വയസ്സ് എന്നെല്ലാം പറഞ്ഞാൽ ചിന്താശേഷിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനെക്കൊണ്ട് ഇപ്പോൾ നമ്മളെ നാട്ടിലെന്താണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാർക്ക് ഇനി അങ്ങോട്ടേ പോകുമ്പോൾ കല്യാണം കഴിക്കാൻ പോകും, അതും ഒരു പ്രശ്നമായി. സത്യമായിട്ട് ഞാൻ കാര്യം പറയുന്നതാണ്. ഒരുപാട് എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേര് ഈ പ്രദേശങ്ങളിൽ നിന്നെല്ലാം കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ കുട്ടികളും അങ്ങനെയും ആയിരിക്കില്ല. അതിപ്പോൾ അതിനേക്കാളും ഭീകര സാധനങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ. അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പേടി തട്ടി. കാരണം ഇനി പേട്ട കല്യാണം, മൈസൂർ കല്യാണം ഒരു ചെറിയൊരു പേടി ഉള്ളിൽ വരും. അതൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം മറ്റൊരു കാര്യം, സമയത്തിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലെവലേശമില്ല. 26 2-ാം മാസം കഴിഞ്ഞിട്ട് നിങ്ങളൊരു പിടുത്തം പിടിച്ചു നോക്കുക. അന്നേരം ഈ ശനിയിൽ ശുക്രൻ്റെ അപഹാരമുണ്ട്. ആ സമയം നിങ്ങളെ കല്യാണം നടന്നു കിട്ടിയാൽ അതൊരു 2-3 കൊല്ലമുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ ആ ശുക്രൻ്റെ അപഹാരം, ആ ശുക്രൻ 7-ാം ഭാവാധിപനായതുകൊണ്ട് നിങ്ങളെ കല്യാണം കഴിപ്പിക്കുമെന്ന് തന്നെ കാമസ്ഥ കാമാധിപ വർഗവാനാം എന്നൊരു പ്രമാണത്തെ പ്രകാരം പിന്നെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നവൻ, 7-ാം ഭാവത്തിലേക്ക് നോക്കുന്നവൻ, 7-ാം ഭാവാധിപൻ ശുക്രൻ, ഇവരൊക്കെ കല്യാണത്തിൻ്റെ ആൾക്കാരായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്പോൾ 7-ാം ഭാവാധിപനായിട്ട് ഉള്ള ശുക്രൻ നിങ്ങളെ കല്യാണം കഴിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് 26 2-ാം മാസം അതുവരെ ഒരു കാരണവശാലും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഇപ്പം കേതുവിൻ്റെ അപഹാരമാണ്. അതുകൊണ്ട് പരമാവധി ശനിയിൽ കേതുവിൻ്റെ അപഹാരമൊക്കെ നടക്കുമ്പം, പ്രത്യേകിച്ച് ഏരശനിയും തീർന്നിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വാഹനമൊക്കെ ഓടിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം. 2 വീലർ ഓടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. അതൊന്നും വളരെ വളരെ ഒരു സൈഡ് പിടിച്ച് പോയാൽ മതി. പിന്നെ ഓണാഘോഷമൊന്നും ആഘോഷിക്കണ്ട, ആഘോഷിച്ചാൽ പുറത്തിറങ്ങാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ സഹജമാണ്. ഓണത്തിനൊരു ബിയർ കുടിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല, പക്ഷേ അതൊന്നും കുടിച്ച് പുറത്തിറങ്ങിയേക്കരുത്. കാരണം ഈ പിന്നെ സമയം അത്രമാത്രം പിഴവുണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം. അതുപോലെ നല്ല കാര്യങ്ങൾ നടക്കാനും എനിക്ക് ഈ സമയം വരാനുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും പിഴക്കില്ല. കാരണം നിങ്ങളെ അത് പിന്നെ നിങ്ങൾ ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾ പ്രേമിച്ച് കഴിക്കേണ്ടവനാണ്. അത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. തേച്ച് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ തേപ്പ് കിട്ടിയതുകൊണ്ടാണ് നിങ്ങളാകെ ഇനിയിപ്പം നിങ്ങൾക്ക് പ്രേമിക്കാനും പിന്നെ പേടിയായി. അങ്ങനെ ആയിരുന്നു നിങ്ങളെ വിധി. എന്താ ഇപ്പം ചെയ്യാൻ, തേച്ച് പോയില്ലേ, ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ. അതുകൊണ്ട് പോട്ടെ, നമുക്ക് വെച്ചതല്ല. അപ്പോൾ ഇനി ഏതായാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം നിങ്ങളെ കല്യാണം നടക്കും. പറഞ്ഞ മനസ്സിലായല്ലോ. ദേവി രക്ഷിക്കട്ടെ, എല്ലാം നന്നായി വരും. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സത്യം പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു പോകുന്നതാണ്. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കുമെന്നാണ്. ആ ചെറുപ്പക്കാരൻ ആവർത്തിച്ചിരിക്കുകയാണ്. അയാൾക്ക് എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല. അതാണ് പറഞ്ഞത്. ഇതൊരു നമ്മൾ പറയുന്നത് നമ്മുടെ വാക്കുകൾ ഹൃദയത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അപ്പുറത്തുനിന്ന് മറ്റേ ആൾക്ക് ചിരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. സത്യമാണ് പറയുന്നത്. പക്ഷെ സത്യം അങ്ങനെ വിളിച്ചു പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞില്ലേ എങ്ങനെയാണ് ഇങ്ങനെ ഇതിൻ്റെ അയാൾ മനസ്സിലാവില്ലല്ലോ അയാൾക്കും. ആ ശനിയുടെ ദോഷത്തിനാണ് അയാൾക്ക് ആ ദോഷം സംഭവിച്ചത്. അപ്പോൾ അത് അനുഭവിക്കേണ്ട ഓരോ തരത്തിൽ അനുഭവിക്കുമല്ലോ. അതൊന്നും നിസ്സാര കാര്യം. ഇന്നത്തെ കാലത്ത് ആരും അതൊന്നും തേപ്പൊന്നും കിട്ടിയാൽ ഇപ്പോൾ ആരും കെട്ടിത്തൂക്കി ചാകാനൊന്നും പോകുന്നില്ല. അതൊക്കെ നമ്മളെ കാലത്തായിരുന്നു. പണ്ട് പിന്നെ ഇടപ്പള്ളി എന്ന് പറഞ്ഞ കവി ആത്മഹത്യ ചെയ്ത് അയാൾ ഒരു കത്ത് എഴുതി വെച്ചിരുന്നു.
ആഗ്രഹിക്കാൻ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല, നേടാനും എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. ഒരു പെണ്ണ് തേച്ചിട്ട് പോയതാ. അതിനാണ് ഇങ്ങനെ. ചങ്ങമ്പുഴ എന്നുള്ള കവിയുടെ കൂട്ടുകാരനായിരുന്നു. അയാളുടെ മരണത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ചങ്ങമ്പുഴ രമണൻ എഴുതിയത്. അത് കേരളത്തിൽ തന്നെ അക്കാലത്തുള്ള ഏറ്റവും വലിയ വിറ്റുപോയ പുസ്തകമായിട്ട് രമണൻ പറയപ്പെടുന്നു കവിതാ വിഭാഗത്തിൽ. അപ്പോൾ അത് അത്രമാത്രം കൂട്ടുകാരൻ്റെ മരണം. മറ്റേ ഈ എടപ്പള്ളി ഒരു ശരാശരി കവി മാത്രമാണ്. ചങ്ങമ്പുഴയാണ് അക്കാലത്തുള്ള ഏറ്റവും ലളിത കോമള പദാവലികളാൽ അങ്ങനെ ഭാഷയെ സമ്പുഷ്ടമാക്കിയ മലരണി കാടുകൾക്ക് ഇങ്ങി വിങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാക്കുകളിങ്ങനെ ഒഴുകി വരികയാണ് ചെയ്യുക. എനിക്ക് തോന്നുന്നു രണ്ടാം ഭാവത്തിൽ ബുധനും ശുക്രനൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കാണ് എൻ്റെ ജാതകത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വാക്കുകൾക്ക് ക്ഷാമം ഉണ്ടാവില്ലെന്നാണ്. അതുപോലെ എഴുതുമ്പോഴും അവർക്ക് വാക്കുകൾക്ക് ക്ഷാമം ഉണ്ടാവില്ല. അവർക്ക് വാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള ജോലിയിൽ ഭയങ്കരമായിട്ട് ശോഭിക്കാൻ പറ്റും. ബുധൻ, ഗുരു, ശുക്രൻ ഇത്യാദി ഗ്രഹങ്ങളൊക്കെ രണ്ടാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആകർഷണീയതയും കൂടും അവർക്ക്. ഞാനൊക്കെ ഇപ്പോൾ കിളവനായി, എന്നാലും ആകർഷണം ഈ പ്രായത്തിൽ വേണ്ട ആകർഷണമുണ്ട്. ലേശം പെയിൻ്റൊക്കെ അടിച്ചാലും അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ രണ്ടാം ഭാവത്തിൽ ഇങ്ങനെ ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത് ആണിനായാലും പെണ്ണിനായാലും കൂടുതലായിട്ട് മനുഷ്യരെ ആകർഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അവർക്ക് വാക്കുകൾ കൊണ്ട് മായാജാലം കാണിക്കാൻ കഴിയും. അവർ കവിതയൊക്കെ എഴുതി കഴിഞ്ഞാൽ ഞാനൊക്കെ കവിത പണ്ടൊക്കെ എഴുതുമായിരുന്നു. പിന്നെ അതെന്തോ അവിടെ നിന്നുപോയി. അല്ലെങ്കിൽ ഒന്ന് വലിയ കവിയാവേണ്ടവനാണ്. എവിടെയോ തലയിലെ വര കുറച്ച് മാറിപ്പോയി. ഒരു കോളുണ്ട്. ഹലോ 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 എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുറച്ച് ശബ്ദം കുറച്ച് അതിൻ്റെ ഇത് കുറക്കൂ. എക്കോ അടിക്കുന്നു. കുറച്ച് വോളിയം കുറക്കും. പറയൂ. ഒന്നും ചക്കരക്കല്ലെന്ന് മനസ്സിലായി, പക്ഷെ കുറച്ചുകൂടി ശബ്ദം കുറക്കും. എന്തോ ഭയങ്കര എക്കോ അടിക്കുന്നു. എന്തോ അവിടെ പ്രശ്നമുണ്ട്. പറയൂ, ഡേറ്റ് പറയൂ. മോളത് ശരി, പറയൂ, ഡേറ്റ് പറയൂ. 30 ഓക്കെ 8 2004. സമയം രാത്രി 10:40. പൂരട്ടാതി. ഹലോ, പൂരട്ടാതി നക്ഷത്രം. പൂരട്ടാതി നക്ഷത്രം. എന്തിനാണ് കുട്ടി പഠിക്കുന്നത് ഇപ്പോൾ? കുട്ടി ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഇനി LLB-ക്കാണ് നോക്ക് താല്പര്യം കാണുന്നത്. ആവട്ടെ. അത് പൈസ വരെ അല്ല. പിന്നെ ഇപ്പം നടക്കുന്നത് അറിയാലോ, ശനിയാണ്. അതുകൊണ്ട് അലസതയുണ്ടാവും. ആ അലസതയിൽ നിന്നെല്ലാം ഉയർന്നു വരാൻ പറ്റുമെങ്കിൽ അത് അങ്ങനെയുള്ള കോഴ്സിനൊക്കെ ചെയ്യുന്നതിനൊന്നുമില്ല. ഇപ്പം നടക്കുന്നത് ശുക്രൻ്റെ അപഹാരമാണ്. ശുക്രാപഹാരം 2028 വരെയുണ്ട്. അത് പൊതുവേ ശനിദശയിൽ ശുക്രാപഹാരം കുറേയും കൂടി നല്ലതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചേരുന്ന സമയത്ത് നല്ല കുഴപ്പമില്ലാത്ത സമയമാണ്. പിന്നെ ഈ കുറച്ച് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവമുണ്ട്. അത് നിയന്ത്രിക്കാൻ പറയണം. അത് ഉണ്ടാവും. അതിങ്ങനെ അത് കുറച്ച് കടുപ്പം ഒരു ആണിന്റെ പ്രകൃതം കാണിച്ചു കളയും. അപ്പൊ അത് ഒരു പെണ്ണാണെന്ന് പറഞ്ഞുകൂടാ. പെണ്ണാണ് പറഞ്ഞ മനസ്സിലായില്ല. പെണ്ണാണ്. അപ്പൊ അതാണ് ശ്രദ്ധിക്കുക. അത് കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ അങ്ങനെയുള്ള പെൺപിള്ളേർക്ക് തന്നെയാണ് സുഖം. പക്ഷേ കാരണം അങ്ങനെയാണല്ലോ. അപ്പോൾ തെറ്റിയാവൊന്നും പൊട്ടിക്കാനൊന്നും മടിക്കാത്ത കൂട്ടത്തിലായത്. അപ്പോൾ അതുകൊണ്ട് എവിടെ പഠിക്കാനെല്ലാം പോയി കഴിഞ്ഞാൽ ഈ സീനിയേഴ്സിനോടൊക്കെ കയറി വളരെ മയത്തിൽ പെരുമാറാൻ പറയണം.
ഈ അങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ LLBക്കൊക്കെ ചേർന്ന് കഴിഞ്ഞാലേ അവിടെയെല്ലാം ഭയങ്കര സാധനങ്ങളുണ്ടാവും. അപ്പോൾ അവരെ ഇങ്ങനെ കുറച്ച് ഇത് കളിക്കുന്നവരെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും. അല്ലെങ്കിൽ തന്നെ ലോകം മുഴുവൻ എല്ലാവരും ഒതുക്കുക എന്നുള്ളതാണല്ലോ. അത് രാജ്യങ്ങൾ തമ്മിൽ പോലും അതാണല്ലോ. ഏതെങ്കിലും കുറച്ച് ഷൈൻ ചെയ്യുന്നുണ്ട്, ഇന്ദുലല്ലോ കുറച്ച് ഷൈൻ ചെയ്യുന്ന എന്നാൽ ഓനെ ഒന്ന് ഒതുക്കി കളയുക, അതാണ് പരിപാടി. അവനങ്ങനെ കണ്ണൂർ വിഷൻ്റെ അകത്ത് ഇരുന്നിട്ട് അങ്ങനെ വിലസുണ്ട്. അങ്ങനെ അവനൊന്ന് ഒതുക്കണം. നമുക്ക് ഒതുക്കി കഴിഞ്ഞാൽ അവൻ്റെ കോലെല്ലാം അങ്ങ് പോയി പേടിച്ചിട്ട്. അതാണെന്നേ എല്ലാത്തിൻ്റെ പിന്നിലും ഇതിങ്ങനെയുള്ള സൈക്കോളജിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കറിയാം. അത് പിന്നെ അതിനെ അതിജീവിച്ച് വരുന്നവൻ അതിജീവിച്ച് പോവും, അല്ലാത്തവൻ അങ്ങ് പേടിച്ച് ചത്തുപോകും, അത്ര തന്നെ. അതാണ് അത്. പിന്നെ അത് പിന്നെ എല്ലാവർക്കും അതിനുള്ള ആംബിയർ ഉണ്ടാവില്ലല്ലോ. അവര് പെട്ടുപോകും. ഇവിടെ ഈ കുട്ടിയൊന്നും പെട്ടുപോകില്ല. പക്ഷെ ഇവളെ കോപത്തെ ഇവളോട് അടക്കാൻ പറയണം. പെട്ടെന്ന് വരുന്ന ഒരു കുറച്ച് നേരത്തേക്ക് ഇവക്കൊരു കുഴപ്പമുണ്ട്. ആ ഒരു കുഴപ്പത്തെ ഇവൾ നിയന്ത്രിച്ച് കൊണ്ടുപോകണം. ഏതായാലും ഇപ്പോൾ ഉള്ള സമയം ശുക്രൻ്റെ അപഹാരമായതുകൊണ്ട് ദൈവം സഹായിച്ചിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. പിന്നെ ആ ശനിയുടെ ദോഷത്തിന് എന്തെങ്കിലും പരിഹാരങ്ങൾ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാം. ചക്കരക്കല്ലിൽ നിന്നൊക്കെ ഇന്ന് രാവിലെയും കൂടി ആളുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് എന്നെ കാണാൻ വരുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പരിഹാരം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഏതായാലും പിന്നെ മോളുടെ ഭാവി ശോഭനം തന്നെയാണ്, വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. കല്യാണം കുറച്ച് കഴിയട്ടെ എന്ന്. അതിപ്പോൾ എന്തിനാണ് ഇപ്പോൾ കോഴ്സൊക്കെ ഒന്ന് തീരുമാനമാവട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് ഒരു മൂലക്ക് അവിടെ മാറ്റി വെക്കട്ടെ. രണ്ടും കൂടി ഇപ്പം പഠനത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഈ നമ്മളെ പഴയ കാലമല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് വെറുതെ കയറിയിട്ട് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? അതെല്ലാം പണ്ടായിപ്പോയില്ലേ. ഇപ്പം നമുക്ക് പ്രായം നമുക്ക് ദൈവം സഹായിച്ചത്. ഇതിപ്പോൾ ഈ ശനി കല്യാണത്തിന് തടസ്സപ്പെടുത്തുന്ന ശനിയൊന്നല്ല. കല്യാണത്തിനൊക്കെ അങ്ങോട്ട് നല്ല സമയങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഇപ്പോൾ ഈ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ 26 വയസ്സിലൊക്കെ നല്ല കല്യാണ സമയമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഈ കോഴ്സിന് അവൾ ഉദ്ദേശിച്ച കോഴ്സിന് ചേരട്ടെ, ആ കോഴ്സ് ഭംഗിയിൽ പൂർത്തീകരിക്കട്ടെ, എന്നിട്ട് കല്യാണത്തെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. പറ്റുന്നത് തന്നെ ആയിരിക്കും എന്ന് ചോദിച്ചാൽ അത് കുറച്ച് വലിയ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അങ്ങനെ തീരെ പറ്റാതെയും ഇല്ല. കാരണം പിന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 2ലേക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വാക്കിനെ കൊണ്ട് ഉള്ള പരിപാടി യോജിക്കും, 2ാം ഭാവം. അപ്പോൾ അതുകൊണ്ട് തീരെ അങ്ങനെ മോശം. പിന്നെ കൃതയുഗ രാശിയാണ്, സ്വാഭാവികമായിട്ട് പണം വരാനുള്ള യോഗമുണ്ടാവും. പിന്നെ ഈ ചൊവ്വയും ബുധനും പിന്നെ യോഗം ചെയ്ത ജാതകമാണ്. അപഗ്രഥിച്ചു പഠിക്കേണ്ട വിഷയങ്ങളിൽ നൈപുണ്യം കാണിക്കുമെന്നാണ് അതിൻ്റെ ശാസ്ത്രീയമായ ഫലം. അതായത് പിന്നെ ഇപ്പോൾ ഉദാഹരണം ഓരോ അമെൻഡ്മെൻറ്റ് ഓരോരോ ഇപ്പം നീതിന്യായ സംഹിത, ഇന്ത്യൻ നീതിന്യായ സംഹിത, പണ്ടത്തെ IPS, പണ്ടത്തെ പിന്നെ ഇന്ത്യൻ പീനൽ കോഡ് അതൊക്കെ മാറിയല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ ന്യായവ്യവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അപ്പോൾ ഈ പുതിയ അമെൻഡ്മെൻറ്റൊക്കെ പഠിക്കാനും ഇന്നേ കോടതിയിൽ ഇന്നേ വിധികൾ ഇന്നേ കാലത്ത് ഇന്നേ ജഡ്ജി പാസ്സാക്കിയിട്ടുണ്ടെന്നും അത് ഇപ്പോഴത്തെ ജഡ്ജീനെ ഓർമ്മിപ്പിക്കുന്നതിലൊക്കെയാണല്ലോ വക്കീലിൻ്റെ വിജയം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞ അപഗ്രഥിച്ചിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ട ആ വിഷയങ്ങളിലൊക്കെ ഇവൾക്ക് നൈപുണ്യം കാണിക്കാൻ പറ്റും. അതുകൊണ്ട് അവയിൽ പരാജയപ്പെട്ടു പോവില്ല. ബാക്കി പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ, പിന്നെ കുറച്ച് തൻ്റെ ഇടമുള്ള പെണ്ണാണ്, എല്ലാ കാര്യത്തിലും മോശമില്ലാണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, നന്നായി വരട്ടെ. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞതേ ഏതൊരു വിഷയത്തിലായാലും ഇപ്പം ഇങ്ങനെ വിചാരിക്കാതെ ഓരോരോ സംഭവങ്ങളിലൂടെ പിന്നെ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ ആ സംഭവം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അതുകൊണ്ടാണ് ആ മൈസൂരിൽ നിന്ന് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് 2-3 പെൺകുട്ടികൾ എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ കർണാടകം പറയുന്ന ആളായതുകൊണ്ട് എന്നെ കാണുമ്പോൾ അവരൊക്കെ വലിയൊരു സ്വന്തക്കാരനെ കണ്ട പോലെയാണ്. കാരണം അവരെ ഭാഷ വടകരയിലുള്ളൊരു പെൺകുട്ടി വന്നിട്ട് കുറേ നേരം എൻ്റെ അടുത്തുനിന്ന് പോകുന്നേ ഇല്ല. ഭർത്താവിന് തന്നെ ഇതായി. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ കർണാടകം പറയുന്നതാണ് അവളെ ഇത്രമാത്രം
എൻ്റെ അടുത്ത് നിന്ന് പോകാൻ തിരക്ക് കൂട്ടില്ലാന്ന് ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കാരണം അവൾ പറയുന്നത് അവിടുന്ന് വന്നതിന് ശേഷം പിന്നെ കർണാടകം കേട്ടിട്ടില്ല. വടകരയിൽ ആർക്കും കർണാടക അറിയുന്നവർ വളരെ കുറവല്ല. ബാംഗ്ലൂരിൽ പോയിട്ട് കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഞാനൊക്കെ എങ്ങനെ പണ്ടേ കർണാടകം പറയുന്നതുകൊണ്ട് കന്നഡ ഭാഷ. അപ്പോൾ അവളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇതേപോലെ ആ നാട്ടിൽ നിന്ന് വരുന്ന ആ പെൺകുട്ടി വളരെ നല്ല പെൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിപ്പം ഈ ഒരു പെൺകുട്ടി ചെയ്ത ഈ അന്യായം അവളുടെ ജീവിതം തുലച്ചു. മാത്രമല്ല അവിടെയുള്ള പെൺകുട്ടികൾക്കും വലിയ പ്രയാസമായി വന്നു. അന്ന് എൻ്റെ കാണാൻ വന്ന പെൺകുട്ടി HD കോട്ടയിൽ നിന്നും വന്നതാണ്. HD കോട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ മാനന്തവാടിയിൽ നിന്നും മൈസൂരേക്ക് പോകുന്ന വഴിയിലാണ് HD കോട്ട. പിന്നെ ബാബലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 50-40 കിലോമീറ്റർ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ HD കോട്ട നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആ പ്രദേശത്ത് നിന്ന് ഇഷ്ടംപോലെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനൊക്കെ ഏജൻറ്റും ഉണ്ട്. ഏജൻറ്റുമാരില്ലാതെ ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് പോയിട്ടൊന്നും ആരും അവിടെ പെണ്ണ് പോയി ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. ഏതായാലും ഈ ഒരു സംഭവം മൈസൂരുള്ള മൊത്തം ആളുകൾക്കും അതേപോലെ ഈ മൈസൂർ കല്യാണത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഒരു രണ്ടാം ചിന്തയായി. പക്ഷെ അങ്ങനെ കണക്ക് കൂട്ടണ്ട. എല്ലാം ഒരു ഇൻസിഡൻസ് അത് വന്നു. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് മൈസൂരുള്ള പെൺകുട്ടികളൊക്കെ മോശം പെൺകുട്ടികളാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. നല്ല പെൺകുട്ടികൾ എത്രയോ ഞാൻ തന്നെ അവിടെ ഈ സമയത്ത് എനിക്ക് വാഴക്കൃഷിയുള്ള സമയത്ത് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ അവിടെ പരിചയപ്പെട്ടിരുന്നു. നല്ല മക്കളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കോളുണ്ട്. പിന്നെ എന്താണ് വെള്ളിയാഴ്ച തിങ്കളാഴ്ച മാത്രമേ കുളിക്കുള്ളൂ. അതെന്താന്ന് ചോദിച്ചപ്പോൾ വെള്ളി ദേവീൻ്റെയാണ്, തിങ്കൾ ശിവൻ്റെ ആണെന്ന് പറയും. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിന്ന്. പറയൂ, ഡേറ്റ് പറയൂ. 19/9/97. 8:22 രാവിലെ. 8:22 കാലത്ത്. കാലത്ത്. ആരുടേതാന്ന് പറയൂ. മോളുടെ. എന്താ അശ്വതി നക്ഷത്രം? അതെ, അശ്വതി നക്ഷത്രം. എന്താണ് അശ്വതിയിൽ പറഞ്ഞ പെണ്ണിനെ കൊണ്ട് നല്ല സമയം അറിയാനോ? ഇപ്പോൾ നല്ല സമയം ഈ 26-ാം തീയതി വരെ സമയം അത്ര ഗുണമല്ല. സൂര്യൻ്റെ അകത്ത് ശനിയുടെ അപഹാരം, സൂര്യദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. ഈ 26 സെപ്റ്റംബർ 26 വരെ. അതിനുശേഷം സമയം തെളിയുന്നുണ്ട്. അല്ല, അതാ ഞാൻ പറയുന്നത്. ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നോക്കിയിട്ട് നടന്നില്ലല്ലോ. അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ സമയക്കേട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം നടക്കും. ഭാഗ്യാധിപനായ ബുധന്റെ അപഹാരം വരുന്ന സമയമാണ്. പക്ഷെ മറ്റൊന്നുണ്ട്, ഏഴരശനിയുടെ ആരംഭം വന്നിട്ടുണ്ട്. എന്തോ നമ്മളെ വോളിയം കുറക്കുക, എന്തോ ഒരു. അപ്പോ ഞാൻ കേൾക്കുന്നുണ്ടോ? അതായത് പിന്നെ ഈ ശനിയുടെ അപഹാരം സൂര്യദശയിൽ കഴിഞ്ഞെങ്കിലും മൊത്തത്തിൽ ഈ സൂര്യൻ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ, ആ സൂര്യൻ്റെ ദശ ഇവൾക്ക് അത്ര 27 വരെ അത്ര അനുകൂലമല്ല. 2027 വരെ ഉണ്ടത്. ഇപ്പോൾ ഉള്ള ശനിയുടെ അപഹാരം മാത്രമേ കഴിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഏറെ ശനിയും ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ എന്തെങ്കിലും കാര്യമായ ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് സംബന്ധമായി പരിഹാരം ചെയ്യുന്നത് നന്നായിരിക്കും. അത് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പരിഹാരം ചെയ്യാം. അതെല്ലാം വാക്ക് പറഞ്ഞാൽ വാക്കാണ്. അതൊക്കെ ആ തടസ്സങ്ങൾ മാറ്റിത്തരും. അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാൻ പാടില്ല. അതൊക്കെ ദേവി ഞാൻ തമ്മിലുള്ള ചെറിയ ബന്ധങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആരും എന്നോട് ചോദിക്കാൻ പാടില്ല. കാര്യം ഞാൻ നടത്തി തരും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം.
ഇത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഈ മാസം നിങ്ങളൊന്ന് എന്നെ ബന്ധപ്പെട്ട് നോക്കൂ. എന്നിട്ട് ഈ ബുധൻ്റെ അപഹാരം തുടങ്ങുമ്പം തന്നെ ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം. അതാണ്. അല്ലെങ്കിൽ അത് പ്രയാസം ഉണ്ടാക്കും. അത് എന്തെങ്കിലും കണ്ടു കാണും ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ തമ്മിൽ അമ്മയും മോളെല്ലാം തമ്മിൽ ആലോചിച്ചിട്ട് തന്നെ വിളിച്ച് ബന്ധപ്പെടും. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആയിക്കോട്ടെ, ആവട്ടെ, ശരി. അപ്പോൾ ജ്യോതിഷത്തിൽ ഇങ്ങനെ മറ്റൊരു തലമുണ്ട്. അതായത് ചിലപ്പോൾ ചില പ്രത്യേകമായ വിഘ്നങ്ങൾ അകറ്റാൻ വേണ്ടി ചില കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അത് മാറ്റുന്ന പരിപാടിയുണ്ട്. അതൊക്കെ അയാൾക്ക് പൈസ അടിച്ച് മാറ്റാനാണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിചാരിച്ചോ? അങ്ങനെ എനിക്കൊന്നുമില്ല. അതൊന്നും എനിക്ക് വിഷയമല്ല. ഞാൻ അതെല്ലാം മറികടന്നു പോയി. അതുകൊണ്ട് പിന്നെ ആർക്കാണോ വേണ്ടത് അവർ വേണമെങ്കിൽ മതി, പണ്ടാര് പറഞ്ഞ പോലെ. അതുകൊണ്ട് കാരണം ഇത്തരം കഴിവുകൾ ദേവിയൊക്കെ അപൂർവ ആളുകൾക്കേ കൊടുക്കുള്ളൂ. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. എങ്ങനെയാണ് ഈ ജന്മത്തിൽ അത്ര വലിയ മഹത്വമുള്ള മനുഷ്യനൊന്നല്ല. അപ്പോൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നറിയില്ല, എനിക്കറിയില്ല, സത്യമായിട്ടറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ വെറുതെ പറഞ്ഞിട്ട് വിഡ്ഢിയാവാനൊന്നുമില്ല. തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അത് ഇത്രയും കൊല്ലമായിട്ടിങ്ങനെ ഒരേപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇങ്ങനെ ഫലം കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് അതിൻ്റെ തെളിവ്, അത് തന്നെയാണ് അതിൻ്റെ തെളിവ്. അത് ദേവിയുടെ സപ്പോർട്ടില്ലാതെ ഒരു കാര്യവും അങ്ങനെ ഉള്ള കാര്യങ്ങൾ വിജയിക്കില്ല. മറ്റ് കാര്യങ്ങളെ പോലെയല്ല. വേറെ ഒരു ഏതൊരു കർമ്മത്തിനും, ഇപ്പോൾ ഡോക്ടർക്ക് ആയിക്കോട്ടെ, വേറെ അതൊക്കെ ഒരു വൈദ്യർക്കായിക്കോട്ടെ, ചില ആളെ കൊണ്ട് പറയുന്നില്ല ഭയങ്കര കൈപുണ്യമാണെന്ന് പറയുന്നില്ലേ, അത് സംഭവം ശരി തന്നെയാണ്. ആയുർവേദത്തിലുള്ള ചില ഡോക്ടർമാരുടെ അടുത്ത് ആരും പോകാത്തവരുണ്ട്. അതേസമയം ചില ആളുകൾക്ക് അവിടെ ഇരിക്കാൻ പോലും നേരമില്ല. അങ്ങനെയുള്ള മനുഷ്യന്മാർ ഇതെങ്ങനെയാണ് വരുന്നത്? അവരാണ് പഠിച്ചത്, രണ്ടുപേരും ഒരേ വിദ്യ തന്നെയല്ലേ. അതാണ് അയാളുടെ കൈപുണ്യം. ആ വൈദ്യരുടെ അല്ലെങ്കിൽ ആ ഡോക്ടറുടെ കൈപുണ്യമാണത്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ രക്ഷയുള്ളൂ. അതെനിക്ക് കിട്ടി, അതിനാരോട് പറയാനാ? കിട്ടിയതാണ്. കിട്ടിയ പിന്നെ തന്നത് പിന്നെ തിരിച്ചെടുക്കില്ല. അങ്ങനെയാണ് പൊതുവെ, അങ്ങനെയാണ് ദൈവങ്ങൾ, അങ്ങനെയാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? മട്ടന്നൂർ. പറയൂ. 21/11/2003. സമയം രാവിലെ 7:53. ഓ, എന്താണ് ശബ്ദം? എന്തോ ഒരു വോളിയം കുറക്കുക. 7:53 അല്ലേ? അതെ, കാലത്താണ് അല്ലേ? കാലത്ത്. ചിത്തിര നക്ഷത്രം. അതെ. ആരാണിത്? നിങ്ങളുടെ എന്താണ് മോളെ കൊണ്ട് അറിയേണ്ട കാര്യം? ജോലി. അത് ശരി. അല്ല, ഇപ്പം രാഹുദശയാണ് നടക്കുന്നത്. രാഹു കഴിഞ്ഞാലാണ് എല്ലാം കൊണ്ടും ഐശ്വര്യം കാണുന്നത്. അപ്പോൾ 28 വരെ ഇല്ല, ഇനി 28 വരെ. അല്ല, അതുവരെ ഈ രാഹു അങ്ങനെ പിഴച്ച രാഹു ഒന്നുമല്ല. എങ്കിലും ഇപ്പം സൂര്യൻ്റെ അപഹാരം അത് ഈ 10-ാം മാസം കൊണ്ട് തീരും. അത് കഴിഞ്ഞാൽ ഇപ്പം കല്യാണം എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ? അതെ, ജോലി, നല്ല ജോലി കിട്ടാൻ വ്യാഴം 10-ാം ഭാവത്തിലുള്ള വ്യാഴം വരണം. 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ജാതകമാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പെൺകുട്ടിയും കൂടി ആയിരിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾ പറയുന്നത് ഞാൻ പിന്നെ നല്ല ഹ്യൂമർ സെൻസും ഉണ്ടാവും.
ആ ആ തമാശ പറയും. ആ ഉണ്ട്. ആ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കും, ആൾക്കാരെ ചിരിപ്പിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ആ അതെല്ലാം ഉണ്ട്. ഉണ്ട്. പിന്നെ പല്ലിന് കുഴപ്പമുണ്ട് എന്ന് കാണുന്നില്ല, അത് ശ്രദ്ധിക്കാൻ പറയണം. പല്ലിന് ആ പല്ലിന് ഇപ്പൊ കമ്പിയൊന്നും ഇട്ടിട്ടില്ലല്ലോ? കമ്പിയൊന്നുമില്ല. കമ്പി നെല്ലിയൊന്നും അങ്ങനെ ഉണ്ടിട്ടൊന്നുമില്ല. പല്ലിന് കളറിന്റെ ഇതാണ്. ആ പല്ലിന് കുറച്ച് കുഴപ്പമുണ്ടാവും. അപ്പോൾ അത് ഇപ്പോഴത്തെ പുതിയ പരിപാടി ചെയ്തു കഴിഞ്ഞാൽ, നല്ല ദന്തിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ ആ കാര്യം ശരിയാക്കാൻ പറ്റും. അത് ഇവിടെ കാണുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ മൊത്തത്തിലുള്ള ചന്തത്തിന് ആ പല്ലിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് ഒക്കെ തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. അവളെ ആത്മവിശ്വാസം പോകുന്നു. അതാണ്, ആത്മവിശ്വാസത്തിന് അത് ബാധിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് പരിഹരിക്കണം കേട്ടോ. പിന്നെ ഈ വ്യാഴത്തിൻ്റെ ദശ തുടങ്ങുന്നതോടുകൂടി ആളങ്ങ് പൊലിച്ചു വരും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് 24 വയസ്സ് മുതൽ അങ്ങോട്ട് ഒരു ഒറ്റ പോക്ക ഒരു ഉയർച്ച തന്നെയാണത്. അത് അവളുടെ കാലമാണ്. പണ്ട് രാവണപ്രഭുവില് പറഞ്ഞ പോലെ അവന്റെ കാലമാടോ എന്ന് പറയുന്നില്ലേ, നീലകണ്ഠനെ കൊണ്ട് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവന്റെ കാലമാടോ ഇത്. അതേപോലെ ഈ നിങ്ങളുടെ മകളെ കാലമായിരിക്കും അത്. അതെ, അതിലെല്ലാം അടങ്ങി. അത് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർമ്മിക്കുകയാണ് ചെയ്യുക എന്നെ. മുൻകൂട്ടി പറഞ്ഞ ആ പാവം മനുഷ്യനെ നല്ലതായിട്ട് ഓർമ്മിക്കും നിങ്ങൾ, അത് ഉറപ്പാണ്. അതുകൊണ്ട് അത് വാക്കൊന്നും പറഞ്ഞാൽ പിഴക്കില്ല, പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് അതുവരെ ഉള്ള കാലം വലിയ പ്രതീക്ഷ വെക്കണ്ട. കിട്ടിയ എന്താണെന്ന് വെച്ചാൽ എന്താ ജോലിയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തു കൊള്ളുക. വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമല്ലോ. അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെ സൗകര്യം പോലെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് അതങ്ങനെ ചെയ്യാം, അത്ര തന്നെ. ശരിയായ നല്ല നിലയിൽ ആയി വരാൻ ഇങ്ങനെ കുറച്ച് കഴിയും. അത്ര വലിയ കൂടുതലൊന്നുമില്ല. ഈ 24 വയസ്സ് മുതൽ മേലോട്ട് നല്ലത് കാലം. കല്യാണം നമുക്ക് അങ്ങനെ, നിങ്ങൾക്ക് കല്യാണം പെട്ടെന്ന് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചന്ദ്രാപഹാരത്തിൽ പറ്റും. വ്യാഴം വന്നാലാണ് ഏറ്റവും ഉത്തമം. അത് 24 വയസ്സിൽ. ഞാൻ പറയുന്നത് അത് 24 മുതൽ 40 വയസ്സ് വരെ. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നതാണ് നല്ലത്. പെണ്ണിനിപ്പം ഡിമാൻഡ് അല്ലേ, ഒരു പ്രശ്നമില്ലല്ലോ, എപ്പം വേണമെങ്കിലും കല്യാണം നടത്താമല്ലോ. ഇപ്പം തന്നെ എത്ര പേരാ അന്വേഷിച്ചു വരുന്നു കുട്ടീനെ. അങ്ങനെ ഇപ്പം പിന്നെ പണ്ടത്തെ പോലെ വീടുകളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി പോകുന്ന പരിപാടി, അവിലും മിച്ചറും തിന്നുന്ന പരിപാടി ഇല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് പണ്ട് ഇങ്ങനെ ഏതൊക്കെ ഒരു കുറച്ച് കാർണോറയും കൂട്ടി, എന്നെ പോലത്തെ ഒരു കാർണോറയും കൂട്ടി ഒറ്റ നടപ്പല്ലേ. 10 വീട്ടിൽ 15 വീട്ടിലൊക്കെ പോകുന്ന ആളില്ലേ. ഇപ്പം അതൊന്നും നടക്കൂല. അതൊന്നും അങ്ങനെയൊന്നും പോയാൽ പെൺപിള്ളേരെ കാണാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും പെണ്ണിന് ഡിമാൻഡാണ്. അതുകൊണ്ട് 24 വയസ്സൊന്നും ഒരു പ്രശ്നമേ അല്ല. 24 മുതൽ കല്യാണത്തിന് നല്ല സമയമാണ്. ആ സമയം നടത്തിയാൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? ശരി, അതുപോലെ നടക്കട്ടെ. രാഹുവിന്റെ ദോഷങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്യണമെങ്കിൽ എന്നെ കാണാം. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ നമ്മുടെ ഈ ജീവിതം വളരെയേറെ നിസ്സാരമാണ്. എന്താണ്, ഒരു വാടകക്കാർ കുറച്ച് കാലം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് തിരിച്ചു പോകുന്നു. അത് ഓരോരുത്തരും എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ രൂപത്തിൽ എങ്ങനെ ആനന്ദം കണ്ടെത്തണം എന്ന് ഓരോരോ അതാത് വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഈ ഓണാഘോഷത്തിൻ്റെയൊക്കെ പൊരുൾ അതുതന്നെയാണ്. അതിനുപോലും ഇപ്പം എന്തൊക്കെയോ പറയുന്ന മനുഷ്യരുണ്ട്. ആകെ കേരളത്തിന് അതേ ഉള്ളൂ. തവളന്മാർക്ക് ജല്ലിക്കെട്ട്, പൊങ്കൽ,
അങ്ങനെ ഒരുപാട് ഇത് പിന്നെ വടക്കേ ഇന്ത്യയിൽ ദീപാവലി അതങ്ങനെ വേറെ. ഇപ്പോൾ ഈ കർണാടകത്തിൽ പോലും ഈ പറയുന്ന നമ്മളെ ഈ ഗണേശ ഫെസ്റ്റിവലും മറ്റൊക്കെ ഭയങ്കരമായിട്ട്, ഞാനൊക്കെ ബാംഗ്ലൂർ പഠിച്ച ആളാണല്ലോ. അപ്പോൾ അന്നേ അക്കാലത്തെ പിന്നെ അതുപോലെ മൈസൂർ ദസറ, അങ്ങനെ ആഘോഷങ്ങൾ ഓരോരോ പിന്നെ സമൂഹത്തിലും ഓരോ തരത്തിലുള്ള ആഘോഷങ്ങളുണ്ടായി. ഇവിടെ ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും കേരളീയർ മൊത്തത്തിൽ ആഘോഷിക്കുന്നത് ഓണം തന്നെ. മറ്റ് കാര്യം ഈ പറഞ്ഞതുപോലെ പെരുന്നാളും ക്രിസ്മസും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ജനകീയമായ ഒരു പൊതു പങ്കാളിത്തത്തോടുകൂടി കഴിഞ്ഞ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുപോരുന്നത് ഈ സാക്ഷാൽ ഓണം തന്നെയാണ്. ഓണത്തിനങ്ങനെ ജാതി മതഭേദങ്ങളൊന്നും ആരും ഇന്ന് വരെ കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്ത് പറയാനാണ് എന്ന് തിരിയുന്നില്ല. അത് ഒരു ടീച്ചറൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ എന്തോ വല്ലാതെ വിഷമമായി. കഷ്ടകാലത്തിന് ഞാനും ഒരു 3 കൊല്ലം മാഷപണി എടുത്ത ആളാണല്ലോ. അപ്പോൾ എൻ്റെ കുടുംബം മൊത്തം ടീച്ചേഴ്സുമാണ്. ഇങ്ങനെ ടീച്ചർ എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ ചിന്തിച്ചു. എന്തോ ആട്ടെ, അവരെ ബുദ്ധിമോശമെന്ന് വിചാരിക്കാം. ഏതായാലും നമ്മൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഞാൻ പണ്ട് ഈ ഒരു 10-15 വയസ്സുള്ള സമയത്ത് പെരളശ്ശേരി അമ്പലത്തിൽ പോയി. അപ്പോൾ അവിടെ ഈ നക്സലേറ്റുകാരുടെ ഇത് എഴുതി വെച്ചിരിക്കുന്നു. എനിക്ക് അന്ന് അതിൻ്റെ പൊരുളൊന്നും മനസ്സിലായില്ല. ഉത്സവം ജനങ്ങളുടെ വിപ്ലവമാണ്. അതിലെഴുതിയ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. തുലാപ്പത്ത് വിപ്ലവം സിന്ദാബാദ്, ചാരു മഞ്ചിത്താർ, CPIML സിന്ദാബാദ്. ഇതായിരുന്നു ആ ബോർഡിൽ എഴുതി വെച്ചത്. നോക്കണം, 15 വയസ്സുള്ള പയ്യൻ്റെ മനസ്സിൽ അന്ന് പതിച്ചതാണ്. അങ്ങനെ പിന്നെ ആ വാക്കിൻ്റെ ശക്തിയാണ് എന്നെ ആകർഷിച്ചത്. ഉത്സവം ജനങ്ങളുടെ വിപ്ലവമാണ്, അതാണ് അത്. അവിടെ വിപ്ലവം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ മാറുന്നു. അപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഓരോ വാക്കിനുള്ള അത്. തുലാപ്പത്ത് ഉത്സവം അവിടെ 19 തുലാമാസം നടക്കുന്ന കാവേരി സംക്രമത്തോടനുബന്ധിച്ചിട്ട് നടക്കുന്ന നമ്മളെ പെരളശ്ശേരി ക്ഷേത്രത്തിൽ അന്ന് കാവേരിയുടെ സാന്നിധ്യമുണ്ടാവും എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ, അതൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് പിന്നെ എന്താണ് ദൈവവിശ്വാസികളുടെ ഒരു മനസ്സിൽ ഉറച്ചുപോയ കാര്യങ്ങളാണ്. അപ്പോൾ ആ ഉത്സവത്തിന് അന്ന് അക്കാലത്ത്, ഇപ്പം അങ്ങനെ ആദ്യ നക്സൽ പ്രസ്ഥാനങ്ങളൊക്കെ അന്ന് ഭയങ്കരമായിരുന്നു. എൻ്റെ കാലഘട്ടത്തിലാണല്ലോ ഈ പിന്നെ വർഗീസിനൊക്കെ വെടിവെച്ച് വന്നൊക്കെ എനിക്കൊരു 15 വയസ്സ് ഈ സമയത്ത് തന്നെയാണ്. അത് അന്ന് ഒരു തരംഗം പോലെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും അതടിച്ചിരുന്നു. അതിൻ്റെ ആ തരംഗം അതൊരു യാഥാർത്ഥ്യമാണ്. അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ അതിനു പോലും ആ തുലാപ്പത്ത് വിപ്ലവം സിന്ദാബാദ് എന്ന് എഴുതിയതാണ് എന്നെ ആകർഷിച്ചത്. അന്ന് എനിക്ക് കൂടുതലൊന്നും അറിയില്ല, ഒരു ബാലനല്ലേ, ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ബാലന് എന്തറിയാനാണ്. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഈ ഉത്സവങ്ങൾ എന്തിനു വേണ്ടി രൂപീകരിച്ചു, എന്താണ് അതിൻ്റെ കാര്യം, അതുകൊണ്ട് എന്താണ് സമൂഹത്തിനുണ്ടാകുന്ന ഗുണം, അതൊരു കൂട്ടായ്മയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലെമ്പാടും കൂട്ടായ്മകൾ ഈ ഓണത്തോടനുബന്ധിച്ചിട്ട് ആഘോഷങ്ങൾ പൊലിപ്പിക്കുന്നു. അപ്പോൾ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നു. അത് അവരെ മനസ്സിൽ മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ് എന്നുള്ള ബോധം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും ഉറച്ചു വരാനും ഇത്തരം കൂട്ടായ്മകൾ ആവശ്യമാണ്. കാരണം എല്ലാവരും ഒറ്റപ്പെട്ട തുരുത്തിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുന്ന ഈ ലോകത്തിൽ ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഏതായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഓണം ഗംഭീരമാവട്ടെ എന്ന് അഡ്വാൻസായിട്ട് ഞാൻ ആശംസ നേരുകയാണ്. വലിയ ബീവറേജ് പോകുന്നവർ കുറച്ച് ലിമിറ്റായിട്ട് കൈകാര്യം ചെയ്യുക.
അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒഴിവാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കൈകാര്യം ചെയ്യുന്നവർ കുറച്ചൊന്ന് വീട്ടിലുള്ളവർക്ക് സ്വൈര്യക്കേടാവാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യുക. എന്നാൽ മാത്രമേ അത് ഓണം എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുള്ളൂ. ആ കാര്യം ഓരോരുത്തരും ആലോചിക്കുക. എല്ലാവർക്കും മംഗളം നേരുന്നു. നന്നായി വരട്ടെ. ഓണ ആശംസകൾ. ഇതാണ്